വയനാട് എന്ന് പറഞ്ഞാലേ സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരിടമാണ്. അവിടുത്തെ കാഴ്ചകൾ എത്ര കണ്ടാലും മതിവരില്ല. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് വയനാട്ടിലെ ഒരു ഗ്രാമത്തിലേക്കാണ്. ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ യാത്ര നടത്തുന്നത്. വിശദമായ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് കുറച്ച് പഴയ വീഡിയോ ആണ്. വയനാട്ടിലെ മനോഹരമായ ഒരു സ്ഥലം, അധികം ആരും കാണാത്ത ഒരു സ്ഥലത്തെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. പക്ഷേ ഇത് നമ്മുടെ ഇന്ന് നഷ്ടപ്പെട്ടു പോയി. ആ വീഡിയോ അതിൽ കുറേ വിഷ്വൽസ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഞാൻ കുറേ കഷ്ടപ്പെട്ട് തിരിച്ചെടുത്താണത്. അപ്പോൾ നിങ്ങളുമായിട്ടത് പങ്കുവയ്ക്കണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. അധികം ആരും കാണാത്ത ഒരു സ്ഥലമാണ്. നമ്മളത് ഇലക്ഷൻ്റെ ടൈമിലൊക്കെ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അധികം ആരും കാണാത്ത വയനാട്ടിലെ ഒരു കിടിലൻ ഗ്രാമപ്രദേശം കണ്ടു വെക്കാം. നമ്മൾ പോയ സമയത്തെ ഇതുണ്ട്, കാപ്പിക്കുരുവൊക്കെ പഴുത്ത് നിൽക്കുന്ന സമയമായിരുന്നു. ഈ സമയം എന്ന് പറയുന്നത് ഇലക്ഷൻ്റെ ടൈമാണ്. ഞാൻ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രാമത്തിലോട്ട് വന്നത്, കോഴിക്കോട് നിന്നും. ഹായ്. അപ്പോളേ നമ്മളിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ പുറ്റാട് എന്നൊരു സ്ഥലമുണ്ട്. ഒരു ചെറിയ കുഞ്ഞു ഗ്രാമം അവിടെയാണ്. ഇതിനടുത്താട്ടോ കാരാപ്പുഴ ഡാമൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ വെറുതെ വന്നതല്ല കേട്ടോ. ഞാനിവിടെ നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി കോഴിക്കോട് നിന്ന് വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് നല്ല കാഴ്ചകളുണ്ട്, അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടുനോക്കാം. വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ്. എസ്റ്റേറ്റിന് നടുവിലൂടെയുള്ള റോഡാണ്. ഇങ്ങോട്ട് വരുന്ന വഴി നല്ല മനോഹരമായ വഴിയാണ്. തേയിലത്തോട്ടത്തിലൂടെയും എസ്റ്റേറ്റിന് നടുവിലൂടെയൊക്കെയാണ് പുറ്റാട്ടേക്കൊക്കെ വരിക. ഇതിന് തൊട്ടടുത്താണ് കാരാപ്പുഴ ഡാമുള്ളത്. അപ്പോൾ ഇതിന് തൊട്ടടുത്താണ് കാരാപ്പുഴ ഡാമും നെല്ലാർച്ചാൽ വ്യൂ പോയിൻ്റൊക്കെ ഉള്ളത്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഞാനിനി ബത്തേരി പോയിട്ട് വേണം കോഴിക്കോട്ടേക്ക് പോകാൻ. വോട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനേ 2 ആൾക്കാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എൻ്റെ വീഡിയോയിൽ അധികം ഒന്നും ഇവർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവില്ല. എൻ്റെ അപ്പനാണ് ഇരിക്കുന്നത്, എൻ്റെ അമ്മയാണിത്. ഇവിടെ വന്നപ്പം അവരും ഉണ്ടായിരുന്നു. അങ്ങനെ അവരെയൊക്കെ കണ്ടിട്ടാണ് അവന് തിരിച്ചു വന്നത്. ഇവരിപ്പോൾ ഇടയ്ക്ക് പെങ്ങടെ വീട്ടിലൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കോഴിക്കോടുമാണ്. അതുകൊണ്ടാണ് ഇവരധികം വീഡിയോയിലൊന്നും വരാത്തത്. നമ്മളിവിടെ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുക. ഇന്ന് വോട്ടൊക്കെ ആയതുകൊണ്ട് ബസ്സുകൾ കുറവാണ്. ഞാനുണ്ട്, ചാച്ചനുണ്ട്, അമ്മയുണ്ട്. ആ വണ്ടിയിലൊന്ന് കയറി പോട്ടോ. ഈ യാത്ര മറ്റൊരു വീഡിയോ ആണ്. ഇപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പള്ളിക്കുന്നിൽ നിന്നും പനമരത്തേക്കുള്ള യാത്രയാണ്. ആ യാത്രയിലും വളരെ മനോഹരമായ ഗ്രാമക്കാഴ്ചകളാണുള്ളത്. അത് ഒന്ന് കണ്ടു നോക്കാം. ഈ കാഴ്ചകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അധികമാരും കാണാത്ത ഗ്രാമങ്ങൾക്ക് ഉള്ളിലൂടെയുള്ള യാത്രകളാണ്. അതുകൊണ്ട് തന്നെ അധികമാരും ഈ കാഴ്ചകളൊന്നും
കണ്ടിട്ടുണ്ടാവില്ല. ആരും കാണാത്ത കാഴ്ചകളായതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട. പൈസ കൊണ്ടാണ് നല്ല ചാക്കിൽ ഇറങ്ങിയിട്ട് വന്ന് ഞാൻ വയനാട്ടിലെ പ്രധാന കാഴ്ചകൾ എന്ന് പറയുന്നത് കൃഷിത്തോട്ടങ്ങളാണ്. ഇത് കണ്ടോ, നെൽ കൊയ്തെടുത്ത വയലുകളും അതുപോലെ തന്നെ ഒരുപാട് വാഴത്തോട്ടങ്ങളും കവുങ്ങുകളും, അങ്ങനെ കണ്ണിന് കാഴ്ചയുടെ കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകൾ. അത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ഈ വൈകുന്നേരത്തെ യാത്ര. നമ്മളിപ്പം മില്ലുമുക്ക് എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് മാനന്തവാടി കൽപ്പറ്റ റോഡാണ്. നമ്മളങ്ങനെ പനമരം ടൗണിൻ്റെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ്. പക്ഷേ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു മനോഹരമായ കാഴ്ചയുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. ബൈ ബൈ.